അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് സത്യദീൻ, മറ്റതൊക്കെ പിഴച്ചതാണ് എന്ന കാര്യത്തിൽ അശേഷം സംശയം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഒരുപക്ഷെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ ചേരികളിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടാകാം, എഴുതിയിട്ടുണ്ടാകാം. ആ ഇന്നലകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഇന്നത്തെ ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങൾ സുന്നികൾ തമ്മിൽ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട്. അത് കണ്ട് ഞങ്ങൾ വയ്യാലെ കൂടെ ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരിൽ ആര് ശബ്ദിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കുരുവട്ടൂരുകൾ എന്താ ചെയ്യേണ്ടത്? അതിനെതിരെ നടക്കുള്ളൂ. കാരണം ഇവരായിട്ട് ഐക്യാകാൻ പാടില്ല, ഇവരെ കൂട്ടുപിടിച്ചാൻ പാടില്ല. ശംസുലുമ പറഞ്ഞില്ലേ ഓലോട് കൂട്ടുകൂടാൻ പാടില്ല എന്ന്. പിന്നെ ഞങ്ങൾ ഓലോട് കൂട്ടുകൂടാൻ പോണ്ട് ഒരു സുന്നിയല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിക്കാണ്ട് ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുക. ആ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കും തോറും സുന്നികൾ ഇങ്ങനെ അടുത്തടുത്ത് വരിക. ഈ കള്ള ഹംകിങ്ങള് യോജിപ്പിനും വേണ്ടി ശ്രമിച്ചാൽ അവിടെ ഭിന്നിക്കും ചെയ്യും. മുമ്പ് ഒരു ഐക്യ ചർച്ച ഉണ്ടേനി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക എല്ലാവർക്കും. നമ്മൾക്കുണ്ടാ ക്ലിപ്പ്. രണ്ട് നേതാക്കന്മാരും തമ്മിൽ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് ഇരുന്നപ്പോഴേ ഇപ്പം വണ്ടി വന്നു. ഓ സുന്നി ഐക്യം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നും പറഞ്ഞ് വന്നു. എന്നാ പിറ്റേന്ന് എടുക്കണേ അത് വീണ്ടും ഭയമായി തന്നെ ആയി. ഇവരുടെ പരിപാടി എന്താ? ഇടവണ്ണപ്പാറ തൊട്ട് തുടങ്ങി ശംസുലുമയിൽ മാത്രം കണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങിക്കാണ്ട് സുന്നികളെ തമ്മിൽ ഇങ്ങനെ ഭിന്നിപ്പിക്കുക. ശംസുലുമ പറഞ്ഞിട്ട് പോലെ അടുപ്പിച്ചാൻ പാടില്ല, ഓരോട് ഐക്യം പാടില്ല എന്ന് പറഞ്ഞ് ഇവ ഇങ്ങനെ ഒരു ഭാഗത്ത് പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ യോജിക്കും. ഓനെന്താണോ പറയണ്ടത്, ഈ വട്ടൂരുകൾ എന്തോ പറയണ്ടത്, അതിന് നേരെ എതിരെ സംഭവിക്കുള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയേ. മുൻകാലത്തൊന്നും നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ഓരോ സംഗതികളാണ് ഇപ്പൊ തങ്ങൾ ബാബാന്റെ പ്രസംഗം, മുസ്തഫ മാസ്റ്റർ കൊണ്ടുപോറ, അങ്ങനെ സുന്നികളിൽപ്പെട്ട എല്ലാവരും ഏറെക്കുറെ നല്ല സൂചന അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാണ്? ഈ വട്ടൂരുകൾ അങ്ങേപ്പുറത്തുനിന്ന് ഇങ്ങനെ ഇത് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ യോജിക്കും. ദയവേത് വട്ടൂരുകളെ നിങ്ങളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, അപ്പോൾ അവിടെ യോജിക്കുള്ളൂ. നിങ്ങൾ ഇതിൽ ഇടപെട്ട് നിങ്ങളെ ഐക്യം പ്രഖ്യാപിച്ച് വരാൻ പാടില്ല. വന്നാലേ ഇത് ഇല്ലാതാവും. നോക്കിയേണ്ടി വട്ടൂരുകൾ ഇത് ഇങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഐക്യം നടക്കും. കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ വിഷയം.